നമ്മളിന്ന് ട്രിവാൻഡ്രം റോയൽസ് ടീമിനൊപ്പമാണ്. കഴിഞ്ഞ തവണത്തിൽ നിന്ന് വലിയ വ്യത്യാസങ്ങൾ ഇക്കുറി ടീമിലുണ്ട്. അപ്പോൾ പി കൃഷ്ണപ്രസാദ് ക്യാപ്റ്റൻ നമുക്ക് താരങ്ങളെ പരിചയപ്പെടുത്തി തരും. എന്നാൽ ട്രിവാൻഡ്രം റെഡിയല്ലേ ഇത്തവണ കപ്പടിക്കാൻ? റെഡിയല്ലേ? അതാണ്. അപ്പൊ പി ഏതാറ്റത്ത് തുടങ്ങുന്നത്? ഇത് മദൻ ചേട്ടൻ. അറിയാം മദൻ മോഹൻ എത്രയോ വർഷങ്ങളായിട്ട് ക്രിക്കറ്റ് കളിക്കുന്നത്. ഇപ്പൊ ഏജീസിന് കളിക്കുന്നുണ്ട്. ഓക്കെ, സംസാരിക്കണം. അല്ല, എന്താണ് ട്രിവാൻഡ്രത്തിന്റെ ഒരു സാധ്യതകൾ? സാധ്യത എന്ന് പറയുമ്പം ഇത്തവണ നല്ല ഉഗ്രൻ ടീമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ബാക്കി നമ്മുടെ ടീമിൽ ജെല്ലായി പെട്ടെന്ന് തന്നെ ജെല്ലാവുകയും ബാക്കി എല്ലാം കൂടെ കറക്റ്റായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ചാമ്പ്യൻസ് ആവും, ഉറപ്പാണ്. പ്രാക്ടീസ് ഒക്കെ എങ്ങനെ പോകുന്നു? പ്രാക്ടീസ് എല്ലാം ഉഷാറായിട്ട് പോകുന്നുണ്ട്, എല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇത് വരുൺ ചേട്ടൻ, നമ്മുടെ ഫിസിയോ. എങ്ങനെയുണ്ട് പ്ലേയേഴ്സിന്റെ? പ്ലേയേഴ്സ് അതെല്ലാം ഓക്കെ ആണ്. മാക്സിമം ഇവിടെ ഇവരെ അവൈലബിൾ ആക്കുകയാണ് എൻ്റെ ഡ്യൂട്ടി. അത് മാക്സിമം നന്നായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ പ്രിയപ്പെട്ട പരിശീലകൻ അഭിഷേക് ഭായ്, എന്താണ് കോച്ചിന്റെ റോളിലേക്ക് ട്രിവാൻഡ്രത്തിന്റെ കോച്ചാകുമ്പോൾ കുറച്ചുകൂടി സ്പെഷ്യൽ ഒരു സന്തോഷമുണ്ട്? അതെ, തീർച്ചയായിട്ടും. ഞാനൊരു തിരുവനന്തപുരംകാരനാണ്. അപ്പോൾ ട്രിവാൻഡ്രം ടീമിന്റെ ഹെഡ് കോച്ച് ആവണതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, എന്താണ് ഇത്തവണത്തെ ഒരു പ്രതീക്ഷ? ഇത്തവണ ഉറപ്പായിട്ടും എല്ലാ ടീമും ആഗ്രഹിക്കുന്ന പോലെ നമുക്കും ചാമ്പ്യൻസ് ആവണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഫസ്റ്റ് ഇപ്പോൾ പ്രിപ്പറേഷൻ നന്നായിട്ട് പോകുന്നു, അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. മഴ പ്രശ്നം ഉണ്ടായിരുന്നു നമുക്ക്? മഴ എന്തുകൊണ്ടോ പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങ അടിച്ചു തുടങ്ങുന്നത്, അതുകൊണ്ട് മഴ മാറിയിരിക്കുന്നുണ്ട് കറക്റ്റായിട്ട്. പിള്ളേരൊക്കെ എങ്ങനെയുണ്ട്? പിള്ളേരൊക്കെ ഉഷാറല്ലേ? എല്ലാവരും എന്റെ കൂടെ കളിച്ച ആൾക്കാർ ഈ ടീമിൽ ആരൊക്കെയാണ്? ഈ ടീമിൽ ആരൊക്കെയാണ്? കൃഷ്ണപ്രസാദ് എന്നോട് കളിച്ച ആളാണ്. വിഷ്ണു ഞാനും ഒരുമിച്ച് സ്റ്റേറ്റ് കളിച്ചു തുടങ്ങി. അങ്ങനെ പിന്നെ നമ്മളെല്ലാം ലാസ്റ്റ് ടൂർണമെന്റ് കളിച്ചില്ല. സുധീഷ് എൻ്റെ കൂടെ കളിച്ചതാണ്, ബേസിൽ NB എൻ്റെ കൂടെ കളിച്ചതാണ്, സിജു എൻ്റെ കൂടെ കളിച്ചതാണ്. അപ്പൊ എല്ലാരും കോച്ചിന്റെ പിള്ളേർ. അതെ, ഞാൻ ഒരു കോച്ച് പ്ലെയർ അങ്ങനെയല്ല, നമ്മളെല്ലാരും ഒരു ഫ്രണ്ട്ലി ഒരു ഫാമിലി ആയിട്ട് അങ്ങനെ. എന്താണ് ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ് നമ്മൾ? ഒരുപാട് വലിയ പ്രതീക്ഷ. ഓക്കെ, ഇത് അതുൽ ഡയമണ്ട്, നമ്മുടെ അസിസ്റ്റന്റ് കോച്ച്. ചിലപ്പോൾ അടുത്ത കൊല്ലം KCL കളിക്കാൻ ഉണ്ടാവും, നമുക്ക് പറയാൻ വലിയ വർഷം കോച്ചായിട്ട് നമ്മുടെ ടീം. ഓക്കെ, എന്താണ് തവണത്തെ ടീം എങ്ങനെയുണ്ട്? ഒന്നുമില്ല, ഇപ്പൊ അഭിഷേക് പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഒരുമിച്ച് കളിച്ചവരൊക്കെയാണ്. അപ്പം ഈ ടീമിലൊരു സീനിയർ ജൂനിയർ എന്നതിലുപരി എല്ലാവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം, അത്രേ ഉള്ളൂ. എല്ലാവരും ഒരു ഗോളിലേക്ക് ഒരുമിച്ച് പോകുന്നു. ഓക്കെ, അതാണ്. വിഷ്ണു ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, വിഷ്ണു എങ്ങനെയുണ്ട് ട്രിവാൻഡ്രത്തിനൊപ്പം കളിക്കും ഇത്തവണ? എത്രമാത്രം ഒരു സന്തോഷത്തിലാണ്? അല്ല, നല്ല ടീമാണ്, നമ്മൾ ജയിക്കുന്നതാണ്, കപ്പടിക്കുന്നതാണ് പ്രതീക്ഷ. ഓപ്പണർമാരായി നിങ്ങൾ രണ്ടാളും അങ്ങ് അടിച്ച് തകർക്കും തുടങ്ങും. അടിച്ച് പറപ്പിക്കാൻ പോകും. പ്രാക്ടീസ് ഒക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് ഗംഭീരമാണ്. അപ്പം കഴിഞ്ഞ തവണ കൊല്ലത്തിനൊപ്പമായിരുന്നു, തവണ ട്രിവാൻഡ്രത്തിനൊപ്പം ഒരു ജില്ല അങ്ങ് മാറി. അപ്പം തവണ എന്താണ് ട്രിവാൻഡ്രത്തെ ആരാധകരോട് പറയാനുള്ള? വിഷ്ണു ഒന്നുമില്ല, നമ്മളെ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ നല്ലൊരു മാച്ച് എല്ലാവർക്കും. IPL വിഷ്ണുവിന്റെ എക്സ്പീരിയൻസ് അത് നമുക്ക് ഇവിടെ ഗ്രൗണ്ടിൽ എത്രത്തോളം ഞങ്ങൾ പ്രതീക്ഷിക്കണം, എത്രത്തോളം ആകാംക്ഷയിൽ ഞങ്ങൾ കാത്തിരിക്കണം? വിഷ്ണു 21-ാം തീയതി തൊട്ട് എന്തായാലും അത് കാണാൻ പറ്റും. അത് കാണും. 21-ാം തീയതി തൊട്ട് അത് കാണും. അപ്പൊ കയ്യടിയില്ലേ വിഷ്ണുവിന്? താങ്ക് യു വിഷ്ണു. അടുത്ത ഗോവിന്ദ് ഭായ്, നമ്മുടെ ടീമിൽ ഏറ്റവും രസകരമായ ഒരു ക്യാരക്ടറാണ്. തമാശ കളിക്കുകയും ഇല്ല, അങ്ങനത്തെ ഒരു ഫൺ ക്യാരക്ടറാണ്. പക്ഷെ ക്യാമറ വരുമ്പോഴേക്കും കുറച്ച് മടിയാണ്. അപ്പൊ ഒന്ന് പേടിയില്ല. ഞാൻ കഴിഞ്ഞ തവണയും കണ്ടത്, കഴിഞ്ഞ തവണയും ട്രിവാൻഡ്രം നിലനിർത്തിയ ആളാണ് അല്ലേ? ഞാനും അഭിഷേകനും 3 വർഷം. നമ്മളാണ് സീനിയർ, നമ്മളാണ് ഇവിടുത്തെ സീനിയേഴ്സ്. രണ്ടുകൊല്ലം കൂടി ഇതേപോലെ ഇവിടുത്തെ കളിച്ച പെൻഷൻ ചോദിക്കാന്ന് പറഞ്ഞിട്ട് എനിക്കും വിളിക്കും. പിന്നെ സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഒരു ടീമിന്റെ വരുമ്പോ സാറിന് വിളിക്കാൻ അറിയില്ല, എല്ലാവരും ചേട്ടന്മാരാണ്. സന്തോഷം. ഒരു അനിയനായി പോയതിന്റെ ഒരു ദുഃഖമുണ്ട്. ടീമിലെ ഏറ്റവും ചെറുത് ഞാനാ. എന്നാലും അടിപൊളിയായിരിക്കും. 24 തീയതി നമ്മൾ തകർക്കും. നിങ്ങൾ കൈയടിയില്ലേ? എന്താണ് എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. രാഹുൽ ചന്ദ്രൻ, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഫാസ്റ്റ് ബോളർ. രാഹുൽ പറയൂ. ഉഗ്രൻ ടീമാണ്, നല്ല ഉഗ്രൻ ബോളിംഗ് ലൈനപ്പും ബാറ്റിംഗ് ലൈനപ്പും എല്ലാം ഉഗ്രനാണ്. ട്രിവാൻഡ്രംകാരനാണ്. ആ ഒരു സന്തോഷം എനിക്ക് ഈ ടീമിൽ കളിയിലുണ്ട്. എന്റെ ടീമിന്, എന്റെ നാട്ടിന് വേണ്ടി ഞാൻ ഈ കപ്പം എടുക്കും. അതെ, എടുത്തിരിക്കും അല്ലേ? അതിൽ കുറഞ്ഞൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അടുത്ത നമ്മുടെ അരുൺ നായിഡു. അരുൺ ഉള്ളതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ ബോളേഴ്സ് ഒക്കെ ഒന്ന് ഇങ്ങനെ ഉഷാറായിട്ട് പോകണം. നമുക്ക് സൈഡാം എറിയാനും ഇപ്പൊ ത്രോ ഡൗൺസ് നമുക്ക് എപ്പോൾ നോക്കിയാൻ വിളിച്ചാലും ഫീൽഡ് ചെയ്യാൻ വിളിച്ചാലും എല്ലാ ഹെൽപ്പിനും അരുണുണ്ട്. നമുക്ക് എന്നാ അവൈലബിൾ, ഏത് ഇതിന് വിളിച്ചാലും അവൈലബിൾ ആണ് ആള്. എന്താണ് ഇതിൽ ഏറ്റവും കൂടുതൽ ആഡ് ഹിറ്റ് ചെയ്യുന്ന ആളാരാണ്? ഇവിടെ
അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാവരും നല്ല മീൻസ് ഒന്നിക്കൊന്ന് മെച്ചമാണ്, എല്ലാ അടിപൊളിയാണ് എല്ലാവരും. അടിപൊളിയാണ്. നല്ല അറ്റ്മോസ്ഫിയർ ആണ്. എറിഞ്ഞ് ഊപ്പാട് തീരുന്നുണ്ടോ? ഇല്ല 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 ഇല്ല, എറിഞ്ഞു കൊടുക്കാൻ തയ്യാറാണ്, അടിക്കാനും വരും. ഓക്കെ, അടുത്ത ആള്. അടുത്ത നമ്മുടെ ട്രെയിനർ അഖിൽ ചിന്തു, നമ്മുടെ ഊപ്പാട് വരുത്തിയിട്ടാണ് നമ്മുടെ സെഷൻ തുടങ്ങുന്നത് തന്നെ. നമ്മുടെ ഒരു 10 പ്ലാങ്ക് 25 പുഷപ്പിലാണ് നമ്മുടെ പ്രാക്ടീസ് തുടങ്ങുന്നത് തന്നെ. അപ്പൊ അതിന്റെ ഒരു കാര്യം കഠിനം അല്ലേ? അത്രേ ഉള്ളൂ. നമുക്ക് കപ്പടിക്കണം, പിള്ളേരെല്ലാം ഫിറ്റ് ആയിട്ടിരിക്കണം. ഫിറ്റ് അല്ലേ ഓൾറെഡി? പിന്നെ ഇവിടെ എല്ലാവരും കണ്ടിട്ട് ഫിറ്റ് ആണ്. അത്രേ ഉള്ളൂ. ഓക്കെ, യെസ്. അടുത്ത് സൂര്യചേട്ടൻ, നമ്മുടെ മാനേജർ അല്ല, ഇതും കണ്ട ചേട്ടനാണ്. സാറോ ഒന്നുമില്ല, നമുക്ക് ചെറുപ്പം തൊട്ടേ അറിയാവുന്ന. അതിനൊരു കയ്യടി വേണം കേട്ടോ. അത് ഞങ്ങളെ ചേട്ടനാണ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഈ മാനേജർ എന്നൊന്നും ഞങ്ങളെ ചേട്ടനാണ്. ഓക്കെ, ചേട്ടൻ പറയൂ. വളരെ സന്തോഷം. ഈ പറഞ്ഞ പോലെ ഞാനൊരു ട്രിവാൻഡ്രംകാരനാണ്. ഇവരെല്ലാം കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുള്ള സന്തോഷം ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം 21-ാം തീയതി അത് ഫീൽഡിൽ കാണാൻ പറ്റും തീർച്ചയായിട്ടും. അടുത്ത നമ്മുടെ ഭരത് സൂര്യ, കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ്. എന്താണ് ഇത്തവണത്തെ ഒരു എക്സ്പെക്ടേഷൻ? വലിയ എക്സ്പെക്ടേഷൻസ് ആണ് നമുക്ക്. എന്താ പറയുക, നല്ല സ്ട്രോങ് സൈഡ്, നല്ല ക്യാരക്ടേഴ്സ് ഉള്ള ടീമാണ്. പ്രഷർ സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനും അതിപ്പോൾ നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആ സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള 16 പേരും ഉണ്ട്. അതുകൊണ്ട് ഇത്തവണ പൊളിക്കും. അടുത്ത ഉജ്വൽ, നമ്മുടെ തൃശ്ശൂർ വെടിക്കെട്ടാണ്. ഉജ്വലമാകട്ടെ. എന്താണ് തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ഒരു വെടിക്കെട്ട് നമ്മൾ നടത്താൻ പോവാണ്. അത്രേ ഉള്ളൂ. നമ്മൾ നല്ല ടീമാണ്, എല്ലാവരും നല്ല സപ്പോർട്ടാണ്, നല്ല റിസൾട്ട് തന്നെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ബാക്കി ഗ്രൗണ്ടിൽ കാണാം. ഓക്കെ, താങ്ക് യു. അടുത്ത ആള്. അടുത്ത അജീഷ്, നമ്മുടെ ഓൾ സ്റ്റാർ ഓൾറൗണ്ടർ. അജീഷ്, എന്താണ് ഇത്തവണത്തെ ഒരു പ്രതീക്ഷകള്? അടിപൊളി ഉഷാറായിട്ട് പോകുന്നു. ഞാനും കുറച്ച് എസിൽ തുടങ്ങിയപ്പോൾ ആഗ്രഹിച്ചാണ് നമ്മുടെ നാട്ടിന് വേണ്ടി കളിക്കണം. ഞാൻ ട്രിവാൻഡ്രത്ത് ഒത്തിരി സന്തോഷമുണ്ട് ഈ ടീമിൽ ഒരു ഭാഗം സാധിച്ചില്ല. എങ്ങനെയുണ്ട് ബാക്കിയുള്ളവരൊക്കെ? ഭയങ്കര അറ്റ്മോസ്ഫിയർ ആണ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ. ആരെയും നമ്മൾ എല്ലാവരും ഫ്രണ്ട്ലിയാണ്, ആരെയും സാർ കോച്ച് എന്ന് വിളിക്കേണ്ട. അപ്പം ഏത് സമയത്തും ചോദിക്കാം, എന്ത് കാര്യങ്ങളും പറഞ്ഞു തരും. അപ്പൊ ആ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര ഫീലാണ്. ആ ഒരു ഈ ഫീൽ തന്നെ ചാമ്പ്യൻസിലോട്ട് ഈ സംസാരത്തിൽ ഈ കയ്യടിയിലും വേണം കേട്ടോ. പിന്നെ അല്ലാതെ. അടുത്ത ആൾ. അടുത്ത് നമ്മുടെ ടീമിന് ഏറ്റവും കൂടുതൽ മസിൽ പിടിച്ചേക്കണ നമ്മുടെ അഭിഷേക് പ്രതാപ്. ഇന്നലെ നമ്മുടെ ബർത്ത്ഡേ ആയിരുന്നു നമ്മുടെ പയ്യന്റെ. ഏറ്റവും കൂടുതൽ മസിൽ പിടിച്ചേക്കണ ആളാണ് നമ്മുടെ ടീമില്. ഒരിക്കലും ശ്വാസം വിടൂല. എങ്ങനെയുണ്ട്? ഒന്നുമില്ല, അടിപൊളിയാണ്. ക്യാപ്റ്റന്റെ പിന്തുണ എത്രത്തോളം ഉണ്ട്? ക്യാപ്റ്റൻ നമ്മൾ ഒരുമിച്ചാ കുറെ നാളുകൊണ്ട് കളിക്കണം, അതുകൊണ്ട് നല്ല രസമാണ്. പിന്നെ അഭിഷേക് എണ്ണായപ്പുരം ഒരുമിച്ച് കളിച്ചിട്ടൊക്കെ ഉണ്ട്. നല്ല എൻവയോൺമെന്റ് ആണ്. ഇവിടെ ട്രിവാൻഡ്രം തന്നെയാണോ? അപ്പൊ ഈ കപ്പ് നമ്മൾ ഇവിടെ നിന്ന് വിട്ടുകൊടുക്കണല്ലോ, പിന്നെ എടുക്കണം. അത് ഇവിടെ തന്നെ ഉണ്ടാകും. അപ്പൊ കേപ്പി അടുത്ത അക്ഷയ് മനോഹർ. ഒരു 4-5 പേരുണ്ട് നമുക്ക് അക്ഷയ്ക്ക് ടീമിൽ. അത് എന്തൊക്കെയാണ്? അതിലൊരു 3 എണ്ണം പറയാമോ? പറയട്ടെ, അക്ഷയ് പറയൂ, എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. എല്ലാ കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. ടീമായിട്ടൊരു ബഞ്ചായിട്ട് നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ നല്ല ജെല്ലായിട്ട് എല്ലാ കാര്യങ്ങളും നല്ല പ്രിപ്പറേഷൻ ആയുള്ള എല്ലാം അടിപൊളിയായിട്ട്. എതിരാളികൾ ട്രിവാൻഡ്രത്തിന്റെ ഏത് സൈഡിലാണ് ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത്? എല്ലാ സൈഡിലും ഭയക്കണം. അടിപൊളിയാണ്. അതെ, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്ലസ്. 6 ടീം വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അടിപൊളിയാണ്. ഞങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അടിപൊളിയാണ്. ഞങ്ങൾ ഒരു ഗംഭീര ടീമാണ് അല്ലേ? എതിരാളികൾ അപ്പൊ പേടിച്ച് വേണം വരാൻ. അതെ 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 അല്ലേ? ആരും അങ്ങനെ ഈസി ആയിട്ട് വന്ന് അങ്ങനെ പോകാൻ പറ്റില്ല. ഓഫ് കോഴ്സ് അതാണ്. ഓക്കെ, അടുത്ത ഞങ്ങളുടെ എല്ലാം സുധീഷ് ചേട്ടനാണ്. എന്നാ പറയാ, ചോദിച്ചു സുധീഷ് ചേട്ടൻ തന്നെ പത്തനംതിട്ടയാണ്. ഇന്നലെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ പോയിരുന്നു. അവിടുത്തെ അക്കാഡമിയിൽ ഒരുപാട് 12 വയസ്സിന് താഴെയുള്ള 40-ലധികം കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അവിടെ. അവിടുത്തെ ഇൻഡോറിൽ ഗംഭീരമായ ഒരു ടീം തിരുവല്ലയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, നല്ല സന്തോഷമുണ്ട് ട്രിവാൻഡ്രം റോയൽസ് കളിക്കാൻ പറ്റിയതിൽ. നിക്കൊല്ലം എന്തായാലും റിസൾട്ട് പ്രതീക്ഷിക്കുന്നു, എന്തായാലും കപ്പടിക്കാന്നാണ് വിശ്വാസം. കപ്പിൽ കുറഞ്ഞൊന്നും നമുക്ക് ചിന്തിക്കുന്നില്ല. തിരുവല്ലയിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്ന ആ കപ്പ് ഞങ്ങൾ അങ്ങ് തൂക്കും, അങ്ങനെ ഉറപ്പ്, ഷുവർ. അതാണ്. ഓക്കെ, അടുത്ത നമ്മുടെ ബേസിൽ NP അറിയാലോ. നമുക്ക് ഏറ്റവും കൂടുതൽ തമാശ, ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഈ ഒരു ചളി അടിച്ചു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് വെളിയിൽ. പക്ഷെ ക്യാമറ വരുമ്പോഴേക്കും ആശാൻ ഭയങ്കര ചിരിയും കളിയൊക്കെ അങ്ങനെ ഭയങ്കര ഒരു ടെൻഷനാണ്. അത്ര ശീലമില്ല, സഭാകമ്പാണോ? ഇല്ല. ഇത്തവണ ചേട്ടാ നല്ല പ്രതീക്ഷയിലാണ്. നമ്മൾ നല്ല വെൽ ബാലൻസ് ടീമാണ്. ഓക്കെ, എല്ലാ ഡിപ്പാർട്ട്മെന്റും നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പ്രാക്ടീസും പ്രിപ്പറേഷൻസ് എല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നല്ല പ്രതീക്ഷയിലാണ്. കോച്ച്, ഒപ്പം തന്നെ ക്യാപ്റ്റൻ, ബാക്കിയുള്ള പ്ലേയേഴ്സ്, ഇപ്പം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണല്ലോ ബേസിൽ. ഈ ഒരു ക്യാമ്പിൽ വരുമ്പോൾ കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ എന്താണ്? മീൻസ് നമുക്ക് നമ്മുടെ ഒരു ഫുൾ ഫ്രീഡം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മുടെ റുട്ടീൻസ് ചെയ്യാനുള്ള ഒരു
എല്ലാ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി തരുന്നുണ്ട്. പിന്നെ അഭിഷേകനെ ആണെങ്കിലും നമ്മൾ നേരത്തെ തവണ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്, അഗേൻസ്റ്റ് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടനും നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ കിച്ചുമായിട്ട് കുറേ നാട്ട് കളിക്കുന്നതാണ്. പിന്നെ ബാക്കി എല്ലാവരും നമ്മുടെ ഫിസിയോസ്, ട്രെയിനർ എല്ലാവരും നല്ലൊരു ക്രൂ ആണ്. അപ്പോൾ അടിപൊളിയാണ്. ഓക്കെ ഓക്കെ ഹാപ്പി. അടുത്ത നിഖിൽ പൊതുവേ സൈലന്റ് ആണ്, പക്ഷെ ആളൊരു കില്ലാടിയാണ്. ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ നിഖിൽ സൈലന്റ് അല്ല. നിഖിൽ എന്താണ്? ഒത്തിരി സന്തോഷമുണ്ട് വീണ്ടും ഈ ടീമിലേക്ക് വന്നതിൽ. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇവിടെ കളിച്ചു, ഈ പ്രാവശ്യം നല്ലൊരു ടീമാണ്, നല്ല കോച്ചസ്, സ്റ്റാഫ് എല്ലാവരും. നമുക്ക് ഓപ്പണായിട്ട് എന്ത് വേണേലും അവരുടെ അടുക്ക ചോദിച്ച് സംസാരിക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ പ്രാവശ്യം എന്തായാലും കട്ടക്ക് ചെയ്യും. കപ്പ് മുഖ്യം. എന്തിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഞാൻ ട്രെയിനിങ് സെഷനിൽ രണ്ടിലും ചെയ്യും. ഞാൻ ഓൾറൗണ്ടറാണ്. ഓക്കെ, ബാറ്റിംഗ് ഓൾറൗണ്ടറാണ്. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. ഇത്തവണ ഗംഭീരമാവട്ടെ. അടുത്ത ഇവിടെ അജിത്ത്, നമുക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ. പ്രാക്ടീസ് ഒക്കെ എങ്ങനെ പോകുന്നു? പ്രാക്ടീസ് ഒക്കെ നന്നായിട്ട് പോകുന്നു. വളരെ സന്തോഷം. കഴിഞ്ഞ സീസൺ ഈ ടീമിൽ കളിക്കാൻ പറ്റി. ഈ സീസണും എന്നെ റിട്ടേൺ ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ടീമിൽ ഏറ്റവും പോസിറ്റീവ് എനർജി ഉള്ള ആളാരാണ്? ബേസിൽ എൻ പി. ഓക്കെ ഓക്കെ. എന്തായാലും ഗംഭീരമാവട്ടെ. നമ്മുടെ ഫ്യൂച്ചർ സ്റ്റാർ ആണ്. ഈ വർഷം നമ്മുടെ ലക്നൌവിന് പോയി നെറ്റ് ബോളറായിട്ട് IPL കളിച്ചപ്പോൾ ഓൾമോസ്റ്റ് IPL ടീമിൽ മുംബൈ കളിക്കായിരുന്ന ഒരു പ്ലെയർ. വിത്തിൻ 2 years നമ്മുടെ ഒരു IPL നമുക്ക് കേരളത്തിൽ നിന്ന് കളിക്കാൻ വേണ്ടി. തീർച്ചയായിട്ടും നല്ലൊരു ഗ്രേറ്റ്ഫുൾ ആണ് ഇങ്ങനത്തെ ഒരു ടീമിൽ എന്നെ സെലക്ട് ചെയ്തത്. നല്ലൊരു ബഞ്ച് ഓഫ് സീനിയേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് പഠിക്കാനും ഗെയിമിനെ പറ്റി കൂടുതൽ അറിയാനും പറ്റുന്നു. അപ്പം ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. എന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തും കൂടിയാണ് സിജോ. അതെ, ഇപ്പോൾ കിച്ചു പറഞ്ഞു നമുക്ക് ഏറ്റവും അടുത്ത സുഹൃത്താണ്. കാരണം നമുക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ ക്യാപ്റ്റനാകുമ്പോൾ നമുക്ക് തോളൊക്കെ ആയിട്ട് എടുക്കാം. അതുപോലെ നമ്മുടെ സുഹൃത്തുക്കൾ ഒരാളാണ് അഭിഷേകൻ. അപ്പം കോച്ചും ക്യാപ്റ്റനും എല്ലാം ഇങ്ങനെ നമുക്ക് തോളൊക്കെ ആയിട്ട് നടക്കുന്ന സുഹൃത്തുക്കളാകുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഓൾമോസ്റ്റ് എല്ലാ പ്ലേസും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നല്ലൊരു വൈബ്. അപ്പോൾ എൻ്റെ ഇതൊരു 3ാമത്തെ ഫ്രാഞ്ചൈസാണ്. അപ്പോൾ സത്യം ഏറ്റവും ബെസ്റ്റ് ഫ്രാഞ്ചൈസായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അറ്റ് ദ മൊമെൻറ്റ് വരെ. അപ്പോൾ നല്ലൊരു വൈബ്. നമുക്ക് ട്രോഫി എടുക്കുമെന്ന് വിചാരിക്കുന്നു. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും സോ ഫാർ സോ ഗുഡ്. എല്ലാം അടിപൊളിയായിട്ട് പോകുന്നു. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള താരമാണ്. കേരളത്തിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ പുതിയൊരു തലമുറ താരങ്ങൾ കൂടി നിങ്ങൾക്കൊപ്പം കളിക്കാൻ വരികയാണ്. പ്രത്യേകിച്ച് ടെന്നീസ് ബോളൊക്കെ കളിച്ച എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ പല ടീമുകളിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു വിശാലമായിട്ടുള്ള പ്ലാറ്റ്ഫോം കൂടിയാണ് KCL എന്ന് പറയുന്നത്. അത് എത്രമാത്രം വലിയൊരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അതെ, ഇപ്പോൾ ഒത്തിരി പേര് പുതുതായിട്ട് വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത പുതുതായിട്ട് വരുന്നതുകൊണ്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം അവർ തന്നെ പുതിയൊരു ടെക്നോളജി ആയിട്ടാണ് വരുന്നത്. ക്രിക്കറ്റിൽ ഒരു പുതിയ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പുതിയ താരോദയങ്ങൾ ഓരോ വർഷവും മുതലെടുക്കുന്നുണ്ട്. ഈ വർഷം നമ്മുടെ ടീമിലുണ്ടായിരിക്കും ഒരു സർപ്രൈസ് പാക്കേജ്. അപ്പോൾ അത് ടൂർണമെന്റ് നിങ്ങൾക്ക് കാണാം, ശ്രദ്ധിച്ചിരുന്നാൽ കാണാം. ഇപ്പൊ പറയത്തില്ല, ഒരു സർപ്രൈസ് സാധനം വരുന്നുണ്ട്. എന്താണ് KP ആ സർപ്രൈസ് പറയാത്തെ? സിജോയുടെ ഒരു ടെക്നിക്കാണ്. ഓക്കെ, അപ്പം ട്രിവാൻഡ്രം റോയൽസ് റെഡിയാണ്. കഴിഞ്ഞ സീസണിൽ കൈവിട്ടു പോയ കപ്പ് ഇക്കുറി തിരിച്ചെടുക്കണം. അവർക്ക് കഠിനമായ പരിശീലനമുണ്ട്. പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു. അതെല്ലാം മറികടന്ന് ട്രിവാൻഡ്രം മുന്നോട്ടേക്ക് പോവുകയാണ്. കടുത്ത പരിശീലനമാണ്, വലിയ ചൂടുള്ള സമയമുണ്ട്. അപ്പോഴും അവർ പരിശീലനം തുടരുകയാണ്. KP, എന്താണ് ട്രിവാൻഡ്രത്തിൻ്റെ ആരാധകരോട് പറയാനുള്ളത്? തീർച്ചയായും വന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ വർഷം നല്ല ഉഗ്ര ഒരു പെർഫോമൻസ് ആയിരിക്കും കാഴ്ചവെക്കാൻ പോകുന്നത്. എല്ലാം നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഒരു ഫിയർലെസ് ആയിട്ടുള്ള ക്രിക്കറ്റ് ആയിരിക്കും നമ്മൾ കളിക്കാൻ പോകുന്നത്. എല്ലാം നല്ലൊരു മൈൻഡ് സെറ്റ്, നല്ലൊരു അറ്റ്മോസ്ഫിയറിലാണ് എല്ലാവരും ഉള്ളത്. തീർച്ചയായും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അല്ല, അടിച്ച് പൊളിക്കാൻ പോയി വർഷം. മറ്റൊരു ടീമിനും ഇല്ലാത്തൊരു പ്രത്യേകത ട്രിവാൻഡ്രത്തിന് പറയട്ടെ. നിങ്ങളുടെ ടീമിനെ തൊട്ടടുത്ത സ്ഥലത്ത് പോയിരുന്ന് നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. അപ്പോൾ വരിക, ട്രിവാൻഡ്രത്തിന് കൈയടിക്കുക. അവർ കപ്പും കൊണ്ടേ അവസാനിപ്പിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ശരി, ബൈ ബൈ, താങ്ക് യു.